സിൽവർ ലൈനിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിരുന്ന നിലപാടിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. തുടർഭരണം കിട്ടിയപ്പോൾ കൂടുതൽ ലഭ്യമായ രാഷ്ട്രീയം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു സിൽവർ ലൈൻ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിനെതിരായി ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. അതിനെതിരായി ഉയർന്ന സമരങ്ങളെ അധികാരത്തിന്റെ ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ, റെയിൽവേ ബോർഡിന്റെ അനുമതിയില്ലാതെ, DPR പോലും പൂർണ്ണമായി തയ്യാറാക്കാതെ, അലൈൻമെന്റ് തീരുമാനിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട്? ജപ്പാൻ കമ്പനിയുമായി ധാരണയുണ്ടാക്കി ഭൂമി ഏറ്റെടുത്ത് ആ ഭൂമി വെച്ചു വലിയ തുക ലോണെടുത്തു. അതിന്റെ പുറകിൽ വലിയ അഴിമതി ലക്ഷ്യമാക്കിയിട്ടാണ് സർക്കാർ നീങ്ങിയതെന്ന് വ്യക്തമാണ്. അൺനെസസറി ഹെയ്സ്റ്റാണ് സിൽവർ ലൈനിന്റെ കാര്യത്തിൽ കാണിച്ചത്. ഈ അനാവശ്യമായ ധൃതി അഴിമതി ലക്ഷ്യമാക്കിയിട്ടാണ് സിൽവർ ലൈനിന്റെ പുറകെ കാണിച്ചത് എന്ന് വ്യക്തമാണ്. ഇന്ന് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയായി നിൽക്കുകയാണ്. ഒരു കാരണവശാലും അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നൊന്നുകൂടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിന്റെ പ്രകൃതി ദുരന്തം ക്ഷണിച്ചു വരുത്തും. അത് കേരളത്തെ ശ്രീലങ്കയിലേക്ക് പോലെ ആക്കി മാറ്റുന്ന സാമ്പത്തികമായ തകർച്ചയിലേക്ക് അതിനെ കേരളത്തിന് നയിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. രണ്ടാമത്, കോൺഗ്രസ് നടത്തിയ ചിന്തൻ ശിബിരത്തെ കുറിച്ച് ഇത്ര നന്നായി പഠിച്ചതിനും അതിന്റെ ചരിത്രം അന്വേഷിച്ചു പോയതിനും ഒരു പേജ് തന്നെ തയ്യാറാക്കി പത്രസമ്മേളനത്തിന് വന്നതിനും ഞാൻ മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് നടത്തിയ ചിന്തൻ ശിബിരത്തെ കുറിച്ച് ഇത്രയും നന്നായി പഠിച്ച വേറൊരാളില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ചിന്തൻ ശിബിരത്തിൽ എന്താണ് നടന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ, കേരളത്തിലെ കോൺഗ്രസിന് നിവർന്നു നിൽക്കാനുള്ള ഊന്നുവടികളൊന്നും LDF ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ നിവർന്നു നിൽക്കുന്ന ഊന്നുവടി കേരളത്തിലെ UDF-നോ കോൺഗ്രസിനോ ആവശ്യമില്ല. അത് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനും BJP ദേശീയ നേതൃത്വം നൽകിയ ഊന്നുവടിയിലാണ് അദ്ദേഹം നിവർന്നു നിൽക്കുന്നത്. ആ ഊന്നുവടി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതിന് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? മുഖ്യമന്ത്രിക്ക് ഒരു അരക്ഷിതത്വ ബോധം വല്ലാതെ വളരുകയാണ് സമീപകാലങ്ങളിൽ. ആ അരക്ഷിതത്വ ബോധമാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരുടെ നേരെ കുതിര കയറാനും വേണ്ടി മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ UDF അതിന്റെ ജനകീയ അടിത്തറ വിപുലമാക്കുമെന്ന് പറഞ്ഞതിന് മുഖ്യമന്ത്രി ഇത്ര ഭയപ്പെടേണ്ടത് പേടിക്കേണ്ട ഒരാവശ്യമില്ല. അത് ഏത് കക്ഷിയും ഏത് മുന്നണിയും ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അപ്പൊ ആ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ തെറ്റുകൾ എന്താണ് എന്ന് ഞങ്ങൾ ആത്മവിമർശനം നടത്തി ആ തെറ്റുകൾ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരെ എന്തിനാണ് മുഖ്യമന്ത്രി പരിഹസിക്കുന്നത്? ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ. ഞങ്ങളുടെ പരിപാടിയിൽ ആര് പങ്കെടുത്തു, ആര് പങ്കെടുക്കാതിരുന്നു എന്ന് അന്വേഷിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജോലിയാണ്. പിന്നെ ഇവിടെ ഇപ്പോ KT ജലീലിന്റെ കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലുമില്ല. KT ജലീൽ ഈ മാധ്യമം UAE-യിൽ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരുന്ന് ഒരു മന്ത്രി വിദേശ ഭരണാധികാരിക്ക് കത്തെഴുതിയത് മോശമായി പോയി എന്നാണ് ഇപ്പൊ പറയുന്നത്. ജലീല് പറയുന്ന ചില കാര്യങ്ങൾ തള്ളി പറയാ. ആദ്യം AR നഗർ ബാങ്ക് അന്വേഷിക്കാൻ വേണ്ടി ED-യെ ക്ഷണിച്ചതാണ് KT ജലീൽ. അന്ന് മുഖ്യമന്ത്രി ജലീലിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ വിദേശത്തെ ഭരണാധികാരിക്ക് കത്തയച്ചതിന് ജലീലിനെ തള്ളി പറഞ്ഞു. ഈ തള്ളിപ്പറയൽ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമായി ഈ KT ജലീൽ മാറി എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇതുവരെ ഈ വാർത്ത വന്നിട്ട് ഇതുവരെ ജലീലിനോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ പറയാൻ വിചാരിച്ചതുകൊണ്ട് ജലീലിനോട് ചോദിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഗൗരവതരമായ ഒരു വിഷയം, കേരളത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ വിദേശത്ത് അടച്ചുപൂട്ടാൻ വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രോട്ടോകോൾ ലംഘിച്ച്
ഒരു മന്ത്രി നടത്തിയ കാര്യം ആ മന്ത്രിയോട്, അന്ന് മന്ത്രിയായിരുന്ന ഇപ്പോൾ തന്റെ കൂടെ MLA ആയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് സൗകര്യം ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അപ്പോൾ ലോകായുക്തനെ പരസ്യമായി അധിക്ഷേപിക്കുകയും മോശമായി പറയുകയും ചെയ്തത് മുഖ്യമന്ത്രി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല, ജലീൽ ചെയ്തു. അപ്പൊ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ലോകായുക്തയെ ജലീൽ പറഞ്ഞത് എന്ന് ഇപ്പോ അതുകൂടി ഇപ്പോ വ്യക്തമാവുകയാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഇടതുപക്ഷ മുഖം ഈ സർക്കാരിനെ നഷ്ടപ്പെടുന്നു ഞങ്ങളെന്ന് ആക്ഷേപിച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വലതുപക്ഷമാണെന്നാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് ഒരു വലതുപക്ഷ പാർട്ടി അല്ല. ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇടതുപക്ഷം എന്ന അത് വലതുപക്ഷം എന്നത് CPM ഉണ്ടാക്കിയ ഒരു നെഗറ്റീവാണ്. അത് കോൺഗ്രസിന് ചെയ്തില്ല. വലതുപക്ഷം ആ വലതുപക്ഷം അല്ല. ഞങ്ങളുടെ നയസമീപനങ്ങളും ഞങ്ങളുടെ പരിപാടികളൊന്നും തീവ്ര വലതുപക്ഷവും കൺസർവേറ്റീവുമായ നടപടികളല്ല. ഇന്ന് മോഡി ഭരണകൂടമാണ് തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്നത്. അത് അവർ സമ്മതിക്കുന്നുണ്ട്. ആ മോഡി ഭരണകൂടം എടുക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടിന്റെ പുറകെയാണ് CPM, കേരളത്തിലെ CPM-ഉം കേരളത്തിലെ ഗവൺമെന്റും പോകുന്നത്. ഈ കേരളയിൽ തന്നെ അതിനൊരു ഉദാഹരണമാണ്. പ്ലാനിംഗ് പ്രക്രിയയെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കി പ്രോജക്റ്റിലേക്ക് പോകുന്നതാണ് തീവ്ര വലതുപക്ഷത്തിന്റെ നയം. അത് തന്നെയാണ് കേരളത്തിൽ ചെയ്യുന്നത്. പ്ലാനിംഗ് പൂർണ്ണമായി ഉപേക്ഷിച്ച് നേരെ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ KSRTC-യെ പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൂട്ടി ഷിഫ്റ്റ് പോലുള്ള കരാർ തൊഴിലാളികളെ മാത്രം നിയമിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുക. എന്താണ് പ്രശ്നം? സ്ഥിരം തൊഴിലാളികളെ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അടച്ചുപൂട്ടുക, എന്നിട്ട് കരാർ തൊഴിലാളികൾ മാത്രമുള്ള ഒരു കമ്പനി ഉണ്ടാക്കുക. അപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൂടി കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കുന്ന വലതുപക്ഷ സമീപനമാണത്. അതാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. മാത്രമല്ല, ഈ അധികാരത്തിന്റെ ഈ ആർഭാടവും അധികാരത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. നേരത്തെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പുറത്തിറക്കിയാൽ അപ്പോൾ ആളുകളെ കരുതത്തടങ്കല്ല. ഇതൊക്കെ ഇടതുപക്ഷ സമീപനമാണോ? മാവോയിസ്റ്റുകൾ എന്ന പേരിൽ കുറെ ആളുകളെ വെടിവെച്ചു കൊടുക്കും. 2 കുട്ടികൾ വീട്ടിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ അവരെ UAPA ചുമത്തി ജയിലിലടക്കിയ. ഇതൊക്കെയാണ് ഇടതുപക്ഷമെങ്കിൽ ആ ഇടതുപക്ഷം അല്ല ഞങ്ങളാണ്. ആ ഇടതുപക്ഷം അല്ല ഞങ്ങളാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തെ കുറിച്ചുള്ള വ്യക്തമായ സമീപനമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാർ യാതൊരു വിധത്തിലുള്ള ഇടതുപക്ഷ സ്വഭാവവും കാണിക്കുന്ന ഈ സർക്കാരല്ല. തീവ്ര വലതുപക്ഷ സ്വഭാവം എപ്പോഴും പുറത്തു വരുന്ന ഒരു സർക്കാരാണ്. അത് ഞങ്ങൾ ചിന്തൻ ശിവരിലെ ഞങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ്. ആ വിലയിരുത്തലാണ് ഞങ്ങൾ കോഴിക്കോട് പ്രഖ്യാപനത്തിലൂടെ പുറത്തു പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തതയുണ്ട്. ഞങ്ങൾ പറഞ്ഞത് UDF-ന്റെ ജനകീയ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടണം. ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികൾ അസംതൃപ്തരാണ് ഇടതുമുന്നണി. കാരണം സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പോക്ക് തീവ്ര വലതുപക്ഷ നിലപാടില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. രാജ്യത്ത് എവിടെയെങ്കിലും ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാരുണ്ടോ? അപ്പൊ ഇവരുടെ നയമല്ല ഇപ്പം രാജ്യത്ത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരാണല്ലോ ഇടതുപക്ഷം എന്നത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത്. നേരത്തെ അവകാശപ്പെട്ടിരുന്നത് അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ രാജ്യത്തെ ബാക്കി സർക്കാരുകളുമായി താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ഇടതുപക്ഷ സ്വഭാവവും ഈ സർക്കാരിന് ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല പറയുന്നത്. കാലാകാലങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിരുന്ന ധാരാളം ആളുകൾ പറയുന്നുണ്ട്. കേരളയിൽ വന്നപ്പോ കേരളത്തിലെ എത്ര ഇടതുപക്ഷ സഹയാത്രികരാണ് ആ പദ്ധതിയെ തള്ളിപ്പറഞ്ഞത്, ആ പദ്ധതി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത്? അവർക്കെതിരായിട്ട് സൈബർ ആക്രമണമല്ല നടത്തിയത് CPM നടത്തിയത്. എത്ര പേര് പറഞ്ഞു ഇവരുടെ രീതി ശരിയല്ല, ഇവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് വലതുപക്ഷ നിലപാടാണ്, വലതുപക്ഷ വ്യതിയാനമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞങ്ങൾ നടപ്പാക്കിയത് സ്വകാര്യവൽക്കരണമല്ല, ഞങ്ങൾ നടപ്പാക്കിയത് എക്കണോമിക് റീഫോംസ് ആണ്, സാമ്പത്തിക പരിഷ്കാരമാണ് കോൺഗ്രസ് നടപ്പാക്കിയത്. അത് ആ കാലഘട്ടത്തിന്റെ സമ്മർദ്ദമാണ്. ആ
ആഗോള സമ്മർദ്ദമാണ്. ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് എല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഞങ്ങൾ ആ നയ പരിഷ്കാര നടപടികളിലൂടെ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ നികുതി വരുമാനം, ഇൻകം ടാക്സ് 200%, എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു, രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു, രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചു, രാജ്യത്തിന്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അവിടെയാണ് ഒരു ചോദ്യം, ഈ ഉണ്ടായ പണം ഞങ്ങൾ എങ്ങനെയാണ് ചെലവാക്കുന്നത്? ഞങ്ങൾ ചെയ്തത് ആ രാജ്യമുണ്ടാക്കിയ സമ്പത്ത്, സാമ്പത്തിക പരിഷ്കാര നടപടികളിലൂടെ രാജ്യമുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞങ്ങൾ അതിന്റെ നീതിപൂർവമായ പുനർവിതരണം നടത്തി. റീഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. എന്താ ചെയ്തത്? വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വീടുകളിൽ പോലും പണം എത്തിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നടപടി ചെയ്തത് ഈ പണം കൊണ്ടാണ്. ഞങ്ങള് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം രാജ്യത്തെ ഗ്രാമങ്ങളിൽ മെച്ചപ്പെടുത്തിയത് ഞങ്ങൾ ഈ പണം കൊണ്ടാണ്. റൈറ്റ് ടു ഫുഡ്, ഞങ്ങള് ആ ഭക്ഷണത്തിനുള്ള അവകാശം ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. അവിടെയാണ് ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. പിന്നീട് അത് BJP വന്നപ്പോൾ അത് എക്സ്ട്രീം ലെവലിലേക്ക് സാമ്പത്തിക പരിഷ്കാരം എന്നുള്ളത് പൂർണ്ണമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയി. ഇത് ഞങ്ങൾ ഉത്തരവാദികളല്ല. റൈറ്റ് എക്സ്ട്രീം നിലപാടാണ് BJPയുടേത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് കൂടി ഈ സാമ്പത്തിക സമീപനത്തെ കുറിച്ച് ഞങ്ങൾ ഗൗരവതരമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ AICC പ്ലീനറി സെഷനിൽ ഞാൻ തന്നെയാണ് സാമ്പത്തിക പ്രമേയത്തിന് പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ 4 നൂറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുന്നു സാമ്പത്തിക പരിഷ്കാരം നടപ്പാക്കിയിരുന്നു. അതിനെ വിലയിരുത്തേണ്ട, ആത്മപരിശോധന നടത്തേണ്ട, അതിന് കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളിത് ഗൗരവതരമായി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സാമ്പത്തിക നയവും കോൺഗ്രസിന്റെ സാമ്പത്തിക നയവും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ അത് ചെയ്യണം. ആ വാക്ക് കോൺഗ്രസ് എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ചിന്തൻ ശിവൻ എന്നൊക്കെ പറയാം. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. നവസങ്കല്പ ചിന്തൻ ശിവൻ എന്നാണ് അതിന്റെ അർത്ഥം. നവഭാവന എന്നാണ്, പുതിയ ഭാവന, പുതിയ കാര്യങ്ങൾ, ഈ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്ന്. ഹിന്ദിയിലെ വാക്കുകൾ പരസ്പരം ചെയ്തിരിക്കുമ്പോൾ മലയാളത്തിലെ വാക്കുകൾ ഇപ്പോൾ നേതൃ പരിശീലന ക്യാമ്പ് എന്ന എല്ലാ പാർട്ടികളും പറയും സാധാരണ. അത് BJPയുടെ ആണ്, അല്ലെങ്കിൽ CPMന്റെ ആണ്, കോൺഗ്രസിന്റെ പറഞ്ഞ കാര്യം. അത് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് പറയുന്നത്. അവരുടെ തന്നെ വരുന്നുണ്ടല്ലോ, വാർത്തകൾ വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് CPI നേതാക്കളല്ലേ പറഞ്ഞത്. എത്ര പേര് വന്നിരിക്കുന്നു, എത്ര വാർത്തകൾ വന്നിരിക്കുന്നു കേരളത്തിൽ. ഈ കേരളത്തിനെതിരാണ് ഇടതുപക്ഷ പാർട്ടികളിൽ തന്നെ വലിയ ചർച്ച നടക്കിയല്ലേ. അതുപോലെ മുഖ്യമന്ത്രി 42 വാഹനങ്ങളുമായി അകമ്പടിയുമായി പോകുന്നതിനെ കുറിച്ച് ഇടതുപക്ഷ പാർട്ടികളല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി വിമർശിച്ചത്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതല്ല ഞങ്ങൾ പറഞ്ഞത്, അവർ അസംതൃപ്തരാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മുന്നണിയിലെ ഇടത് സ്വഭാവമുള്ള കക്ഷികൾ അസംതൃപ്തരാണ്. അവരുടെ അസംതൃപ്തി അവർ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത്. വളരെ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്. അവർ അസംതൃപ്തരാണെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇവർ ഭയന്ന് അവരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു, അവരെ ഞങ്ങൾ കൊണ്ടുപോകാൻ നോക്കി, ഞങ്ങൾ മുന്നണി ബലപ്പെടുത്താൻ നോക്കി, മുന്നണി ദുർബലപ്പെടുത്താൻ നോക്കി എന്നൊക്കെ അവർ വിചാരിച്ച് അവരെന്തിനും പേടിക്കുന്നു. ഞങ്ങൾ അവർ അസംതൃപ്തരാണ് എന്ന് പറഞ്ഞത് ശരിയല്ല. അത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. അങ്ങനെയല്ലേ ചർച്ച, ഓരോ പാർട്ടികളിൽ അങ്ങനെയല്ലേ ചർച്ച നടക്കുന്നത്. പല പാർട്ടികളിൽ ചർച്ച നടക്കുന്നതല്ലേ. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഈ രീതിയോട് ആക്കി യോജിപ്പില്ല, വിയോജിപ്പുണ്ട് എന്ന് ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്തൻ ശിവൻ ഞങ്ങളുടെ വിലയിരുത്തലാണ്. അത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികർ അസംതൃപ്തരാണ്. എത്ര പേര് ഞാൻ ചോദിക്കട്ടെ, എത്ര പേര്
കേരളയിലെതിരായിട്ട് ശബ്ദവും CPI സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഭിപ്രായം മാത്രത്തെ കുറിച്ചല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ എടുത്ത് പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി എടുത്ത് പറഞ്ഞു? ഞങ്ങളുടെ അതിനകത്തെ പോയിന്റ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇടതുമുഖം നഷ്ടമായി അവർ തീവ്ര വലതുപക്ഷ നിലപാടിലേക്കുള്ള ഒരു വ്യതിയാനം അവർക്ക് ഉണ്ടായി. അത് വേണമെങ്കിൽ രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് എടുത്തു. ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങൾ ആ വിലയിരുത്തലിനെ സാധൂകരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്. മുന്നണിയുടെ വിപുലീകരണത്തെ കുറിച്ചൊക്കെ UDF തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഇരുന്ന യോഗത്തിലെ പ്രഖ്യാപനമാണ് കോഴിക്കോട് പ്രഖ്യാപനം. ആ കോഴിക്കോട് പ്രഖ്യാപനം പറഞ്ഞത് UDFന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം UDFിലേക്ക് വെച്ചതാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, UDFിലെ ഏത് ഘടകകക്ഷികളും UDFിനെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ചെറിയ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും ഞങ്ങളത് ചെയ്യും. കാരണം UDF ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. UDFിൽ പുതിയ കക്ഷികളെ എടുക്കണമോ, UDF കൂടുതൽ മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അത് UDF ചേർന്ന് അതിന്റെ സമയമാകുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യും. ഞാൻ UDF ദുർബലമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ UDF ദുർബലമാണ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ UDFിന്റെ ചെയർമാനായിട്ടുള്ള ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാക്ക് എന്റെ നാവിലെ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കോൺഗ്രസിന് ഈ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ. അല്ല, എന്റെ അർത്ഥം UDF ദുർബലമാണെന്നുള്ളതല്ല. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഞങ്ങൾക്ക് തുടർച്ചയായ 2 തോൽവി. അത് ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങളത് പഠിച്ച് കുറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാണ്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായി? അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഞങ്ങൾ ചെയ്യും. അല്ല, ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ ആരും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് കുറെ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൂട്ടായി ചേർന്നു, അത് മനസ്സിലാക്കി ഒരുമിച്ചിരുന്നു പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാർത്തയ്ക്ക് വേണമെങ്കിൽ UDF ദുർബലമാണ് എന്ന് VD സതീശൻ പറഞ്ഞ് വേണേ വാർത്ത കൊടുക്കാം. അത് നിങ്ങൾ അങ്ങനെയുള്ള പലരും വാർത്ത കൊടുക്കുന്നു. അതിലൊന്നും എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം, തുടർച്ചയായ തോൽവിക്ക് ശേഷം ആ ദൗർബല്യങ്ങളാണ് ഞങ്ങളെ തോൽവിയിലേക്ക് നയിച്ചത്. ആ ദൗർബല്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ഏത് നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പുതിയ ഘടകകക്ഷി എന്ന കാര്യം ഞാൻ സംസാരിച്ചു. നിങ്ങളോട് പറഞ്ഞോ, നിങ്ങൾ ഏതെങ്കിലും CPM പത്രത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ മീതെ ആക്ഷേപിക്കണ്ട. ഞാനത് പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരും കേട്ടതാണ്. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് അതൊരു വിലയിരുത്തലാണ്. ഞങ്ങളൊരു പാർട്ടി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നതിനാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന ആളെ നിങ്ങളുടെ പത്രത്തിൽ കൊടുക്കാം, ടൈറ്റിൽ കൊടുക്കാം. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാകത്തില്ല. എനിക്കറിയാത്ത ഞാൻ എനിക്ക് മറുപടി പറയണം. നിങ്ങൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ പറഞ്ഞു. അത് അദ്ദേഹം അത് വന്ന് വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് അതിനെ കുറിച്ച് കമന്റ്? നിങ്ങൾ ഊഹാപോഹം ഞാൻ എന്തിനാ മറുപടി പറഞ്ഞു? അതൊന്നും അദ്ദേഹം നോക്കേണ്ട കാര്യമല്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ 2 പേര് വരാതിരിക്കുന്നത് അന്വേഷിക്കാനുള്ള ചുമതല നൽകി ഞങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തരമായ കാര്യമല്ല. അത് ആഭ്യന്തരമായി അത് പരിഹരിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ കൈകൾ വരിഞ്ഞു കെട്ടിയിരിക്കുക. പോലീസിനറിയാം ആരാണ് ചെയ്തത്. പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിട്ടാൽ അത് ആരാണ് ചെയ്തതെന്ന് വ്യക്തമാണ്. ഇപ്പൊ DYFIക്കാര് CPMന്റെ ഓഫീസ് അടിച്ചു നടത്തല്ലോ. അതിനെന്താ കേസില്ലാത്തത്? ഇതൊക്കെ എന്താ ഈ പാർട്ടിയിൽ തീരുകയാണ്? കുറച്ച് ആളുകൾ വന്നു ഒരു പാർട്ടിയുടെ ഓഫീസ്, സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ അടിച്ചു നടത്തുന്നത് എന്താ കേസില്ലാത്തത്? ഇന്ത്യയുടെ കോടതിയാണ്. തന്നെത്താൻ പോലീസ് സ്റ്റേഷനും തന്നെത്താൻ കോടതിയും തുടങ്ങിയിരിക്കുകയാണ്. CPM ആണോ? പാർട്ടി നടപടി എടുത്താൽ മതി. ഒരു ഓഫീസ് അടിച്ചു കൊടുത്ത് ആളുകളെ മർദ്ദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പാർട്ടിക്കാർ പറയുന്നത് പരാതി ഇല്ലാന്ന് പറഞ്ഞേക്കാം, കേസ് വേണ്ട എന്ന് പറഞ്ഞാൽ കേസിലെന്തേ വേണ്ടേ? പാർട്ടി സ്റ്റേഷനും പാർട്ടി കോടതിയാണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ HKG സെന്റർ ആക്രമിച്ചത് ആരാണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അത് കോൺഗ്രസ് ആണ് എന്ന ആരോപണം ഉന്നയിച്ച് CPM നേതാക്കന്മാർ സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കുന്നു. സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കിയതിന് ആദ്യം കേസെടുക്കേണ്ടത് EP ജയരാജനെതിരായിട്ടാണ്. കാരണം ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനമില്ലാതെ
ഈ സന്ദർശിച്ച രാത്രിയിൽ തന്നെ ഇത് കോൺഗ്രസ് ആണ് ഈ ബോംബെറിഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് നാട് മുഴുവൻ ഉണ്ടായ അക്രമങ്ങൾക്ക് ഉത്തരവാദി ജയരാജനാണ്. ജയരാജനെതിരായിട്ട് കേസെടുക്കണം സർക്കാർ. കലാപാഹ്വാനം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞു. എന്താ കോൺഗ്രസുകാരെ കിട്ടാത്തത്? ഇതൊക്കെ പലരാജെ ചർച്ച ചെയ്താണ്, മറുപടി പറഞ്ഞാണ്, വീണ്ടും അത് ആവർത്തിക്കുന്നത്. GST വിഷയത്തില് നിയമസഭയിൽ GST ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടത് ഞാനാണ് പ്രതിപക്ഷ നേതാവെന്നാണ്. കാരണം സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ വിധി വന്നിട്ടുണ്ട്. GST കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാനത്തിന് മീതെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സംസ്ഥാനത്തിന് അത്തരം കാര്യങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. ആ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് വിമർശിക്കുന്ന അരിയുടെയും ഗോതമ്പിന്റെയും അതുപോലെ പയർവർഗ്ഗങ്ങളും അത് ലൂസായി അത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ GST 5% ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ നമ്മൾ എതിർക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന്മേൽ GST ഏർപ്പെടുത്താൻ പാടില്ല എന്ന് ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ധനകാര്യമന്ത്രി GST ഏർപ്പെടുത്തില്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 18-ാം തീയതി GST ഏർപ്പെടുത്തിയ അന്നു മുതൽ ഇന്നുവരെ കേരളത്തിലും ഈ GST നിയമസഭയിൽ മന്ത്രി നടത്തിയ പ്രഖ്യാപനം. പിന്നെ എന്തിനാണ് ഈ അസംബ്ലിയിലൊന്നും ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്നത്? മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു GST മേടിക്കില്ല. GST വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി 5% GST വാങ്ങിക്കും. അപ്പൊ അത് ഇവിടെ വാങ്ങിക്കുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കണ്ടേ? ഇവരെന്താ ഭരിക്കാൻ മറന്നുപോയ 18 സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ 5% GST ഈടാക്കും എന്ന് അറിയാൻ പാടില്ലാത്തവരാണോ ധനകാര്യമന്ത്രിയും ധനകാര്യ മന്ത്രാലയത്തിലുള്ള ആളുകൾ? എന്തുകൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാൻ മറന്നുപോയത്? അപ്പൊ ഇത്രയും ദിവസം ടാക്സ് മേടിച്ചതിന് ആരുമായി സർക്കാർ തീരുമാനമെടുത്തിട്ട് പോലും അത് നടപ്പാക്കാൻ കഴിയാത്ത ഇൻഎഫിഷ്യൻസിയാണ് ഈ ഗവൺമെന്റിനുള്ളത്, നിഷ്ക്രിയത്വമാണ് ഗവൺമെന്റിനുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു നേരത്തെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് മേടിക്കണ്ട എന്ന് തീരുമാനിച്ചു. 3 മാസം നീട്ടി വെച്ചു. പക്ഷെ അതൊരു ഉത്തരവിറക്കിയില്ല. എന്നിട്ട് വ്യാപകമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആളുകളുടെ വാഹനം പിടിച്ച് അവര് പണം അടയ്ക്കാത്തതിന് അവർ ഫൈൻ അടിച്ചു. എന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഉത്തരവിറക്കിയത്. ഭരിക്കാൻ മറന്നുപോയാണ് സർക്കാർ. ഇതൊക്കെ ഭരണപരമായ നടപടികളാണ്. അസംബ്ലിയിൽ ഒരു മന്ത്രി പ്രഖ്യാപിച്ചാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. ആണെന്നേ ഞാൻ പറഞ്ഞത്, ഇവർ ചെയ്തെങ്കിലും ഇവര് എന്തുകൊണ്ട് ടാക്സ് ഈടാക്കുന്നു? ടാക്സ് ഈടാക്കുന്നത് ഇപ്പൊ നമ്മൾ പോയി കടയിൽ പോയി സാധനം മേടിച്ചാലും ഈ പറയുന്ന സർക്കാർ പിൻവലിച്ചു എന്ന് പറയുന്നതിന്റെ ടാക്സ് നമ്മൾ നിന്ന് ഈടാക്കിയത്. പിന്നെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പിന്നെന്താണ് കത്തയക്കുന്നതിൽ പ്രസക്തി? ഞങ്ങൾ കത്തയക്കാനല്ല അസംബ്ലിയിൽ പറഞ്ഞത്, ഞങ്ങൾ സുപ്രീം കോടതി വിധിയാണ് ഉദ്ധരിച്ചത്. വളരെ നിർണായകമായ ഒരു വിധിയാണിത്. ഫിസ്ക്കൽ ഫെഡറലിസത്തിനെ സഹായിക്കുന്ന സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ. GST കൗൺസിൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് കോടതി സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. അപ്പൊ ആ സുപ്രീം കോടതി വിധിയെ ഗൗരവകരമായി കേരളത്തിന് അനുകൂലമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അല്ല, സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് പുതിയതായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ വിധി നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയാം. രണ്ടും പറയാം. ഈ വിലവർദ്ധനം ഇത്ര രൂക്ഷമായിരിക്കുമ്പോൾ വീണ്ടും ഒരു ഓണം കിറ്റ്, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. അങ്ങനെയാണ്. അല്ല, ഓണക്കിറ്റ് കൊടുക്കേണ്ട ആളുകൾക്ക് സഹായമോ ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കാതെ ആളുകൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസം കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ജപ്തി നടപടികളും കടക്കെണിയിലായിട്ട് നിൽക്കുകയാണ്. അത് അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഔദാര്യമൊന്നല്ലല്ലോ. നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ലേ കൊടുക്കുന്നത്, അല്ലാതെ വേറെ പൈസ കൊടുത്തല്ലേ കൊടുക്കുന്നത്. സർക്കാരിന്റെ പണം തന്നെ എടുത്തുവല്ലേ കൊടുക്കുന്നത്. ക്ഷേമ രാഷ്ട്രമല്ല കൊടുക്കേണ്ടത്. നല്ല കാര്യം. ഓണക്കാലമല്ല, ഓണക്കാലത്ത് എല്ലാ സർക്കാരുകളും എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആ കൊടുക്കുന്നതിന്റെ കൂടെ ആ റേഷൻ കടക്കാർക്ക് 12 മാസം കോവിഡ് കാലത്ത് കൊടുത്തതിന്റെ 3 മാസം പൈസ കൊടുത്തിട്ടുണ്ട്. അവര് കൊടുക്കാതെ അവരാകെ പ്രയാസപ്പെട്ടത് ഈ കിറ്റ് വിതരണം നടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ കൂടി ആ കുടിശ്ശികയ്ക്ക് കൊടുത്താൽ അതുകൂടി നന്നായി ചെയ്യാം. ഞങ്ങൾ പഠിക്കുകയാണെന്ന് അതിനാണ് ഞങ്ങൾ ഇത്രയും വിശുദ്ധ ശിബിരങ്ങളും ചർച്ചകൾ നടത്തിയത്. കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായതാണ്. തൃക്കാക്കരയിൽ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് ഉണ്ടാകാൻ കാരണമായി. ഞങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി, അത് കറക്റ്റ് ചെയ്തു, ആ കറക്ഷൻ നടപടികൾ എടുത്തു, വളരെ നന്നായി പ്രവർത്തിച്ചു. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുണ്ടായ കാരണം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടെ നല്ല വിജയം ഉണ്ടായത്. ഈ അടുത്ത പാർലമെന്റ് ഇലക്ഷനാണ്. ആ പാർലമെന്റ് ഇലക്ഷനും നല്ല വിജയം ഉണ്ടാകണം. നിയമസഭയിൽ ഉണ്ടായതുപോലെ ഒരു പരാജയം ഉണ്ടാകാൻ പാടില്ല.
ഏതെല്ലാം കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അവിടെ നടന്ന ചർച്ചകൾ മുഴുവൻ ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച നിലപാടുകൾ, അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ, ഞങ്ങളുടെ പ്രവർത്തകരെ കുറെ കൂടി അവയർനെസ് നമ്മൾ ഉണ്ടാക്കുക, സംഘടനാപരമായി ശക്തിപ്പെടുത്തുക, വിപുലമായ നമ്മൾ പറഞ്ഞല്ലോ UDF-ന്റേതാണെങ്കിലും കോൺഗ്രസിന്റേതാണെങ്കിലും വിപുലമായ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കുക. അപ്പൊ നമ്മളിൽ നിന്നൊക്കെ പല കാലത്ത് നമുക്ക് വോട്ട് ചെയ്ത പല വിഭാഗങ്ങൾ, ജാതി മതങ്ങൾ മാത്രമല്ല പല വിഭാഗങ്ങളും കുറച്ച് അകന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ അകന്നു പോയവരെയൊക്കെ അടുപ്പിച്ചു കൊണ്ടുവരികയും ഞങ്ങളുടെ കൂടെ നിർത്തുകയും ചെയ്യാൻ പറ്റും. കുറച്ച് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. സംഘടനാപരമായ കാര്യങ്ങളല്ലേ ഉറപ്പുവരുത്തുക. ഇപ്പൊ ഭാരവാഹികളായിട്ടിരിക്കുന്ന ആളുകൾ പരിപാടികൾ ഉറപ്പുവരുത്തുക. കോൺഗ്രസിനെ ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു ആൾക്കൂട്ടമല്ല, അതൊരു നല്ല അച്ചടക്കമുള്ള സംഘടനയാണ് എന്നതിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. പലപ്പോഴും ആൾക്കൂട്ടമാണ് എന്നുള്ളൊരു ആക്ഷേപം പല സമയത്തും വന്നിട്ടുണ്ട്. ആൾക്കൂട്ടത്തിന്റെ അപ്പുറത്തേക്ക് അച്ചടക്കമുള്ള ഒരു സംഘടനയാണ് എന്നുവരിക. സ്വാഭാവികമായും പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള പല പല നടപടികളും സ്വീകരിക്കും. അത് പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാം ശരിയാണ്, ഞങ്ങൾ സുശക്തമാണ്, ഞങ്ങളായി വരുന്നു. ഞങ്ങളായി വരുമ്പോൾ ഞാൻ പറയും, കേരളത്തിലെ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJPക്ക് ഈ സംസ്ഥാനത്തിന് വളർച്ചയില്ല, അവർ പുറകോട്ടാണ് പോകുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. വളരെ ശക്തമായ UDF-ന്റെ സാന്നിധ്യം BJPയെ തളർത്തിയിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിപക്ഷമായി കേരളത്തിൽ UDF മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ BJPയുടെ സ്പേസ് കേരളത്തിൽ കുറയുന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. എങ്കിലും അവരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അവർ ചെയ്യുന്ന തെറ്റായ പ്രചരണങ്ങൾക്കെതിരായിട്ടുള്ള കൗണ്ടർ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ബോധ്യപ്പെടുത്തി അത് വളരെ നന്നായി അത് കൗണ്ടർ ചെയ്യണം എന്നെല്ലാമുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കേണ്ടതുണ്ട്. BJPയെ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയും അവർ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പിന്റെ ക്യാമ്പിൽ ഇറക്കാൻ വേണ്ടി അവർ നടത്തുന്ന, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർ അത്തരം ശ്രമങ്ങൾ കൂടുതലായി നടത്തും. അതിനെയെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ആ കേസ് ഒത്തുതീർപ്പായി. കൊടകര കുഴൽപ്പണ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും എല്ലാം ഒത്തുതീർക്കുകയാണ്. BJP ദേശീയ നേതൃത്വവും CPM സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് SNC ലാവ്ലിൻ കേസ് തുടർച്ചയായി സുപ്രീം കോടതിയിൽ മാറ്റിവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയ ഒരു 164(5) സ്റ്റേറ്റ്മെന്റ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പ്രതി കൊടുത്തിട്ടും അതിന്റെ മീതെ കേന്ദ്ര ഏജൻസികൾ തുടരന്വേഷണം നടത്തായിരുന്നു. അതെല്ലാം അറേഞ്ച്മെന്റായി, ഇവർ തമ്മിലുള്ള അറേഞ്ച്മെന്റായി. ഇപ്പോഴും ഇടനിലക്കാർ നന്നായിട്ട് ഇവരുടെ ഇടയിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ 164(5) സ്റ്റേറ്റ്മെന്റ് വന്നിട്ടും അതിനെക്കുറിച്ചുള്ള തുടരന്വേഷണം നടത്താത്തത്. ഇത് സാങ്കേതികമായിട്ടോ ഭരണപരമായിട്ടോ തെറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ ഇതിന്റെ അകത്തൊരു ഇംപ്രോപ്രൈറ്റി ഇല്ലേ, ഒരു അനൗചിത്യമില്ലേ. ഒരു പത്രപ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ സംഭവം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് തെറ്റാണ്. കേസ് സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കുന്ന, കേസിന്റെ അകത്ത് സ്ട്രോങ് ആയിരുന്നില്ല സർക്കാർ. തുടക്കത്തിലെ തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. ആൽക്കഹോളിക് ടെസ്റ്റ് നടത്തുന്ന കാര്യത്തിൽ, അതുപോലെ പ്രൈവറ്റ് ആശുപത്രി നൽകിയ, മെഡിക്കൽ കോളേജിൽ കിടത്താതെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നൽകിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കേസിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ടായി. അതിനുശേഷം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കൂടി ചുമതലയുള്ള ഒരു ജോലിയിലേക്ക് അദ്ദേഹത്തെ വയ്ക്കുന്നതിനുള്ള ഒരു അനൗചിത്യം, ആ അനൗചിത്യമാണ് ഞങ്ങൾ ശക്തമായി ചൂണ്ടിക്കാട്ടിയത്. ഒരു പത്രപ്രവർത്തകനല്ലേ, നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിരുന്ന ഒരു പത്രപ്രവർത്തകത്തിന്റെ മരണത്തിന് കാരണമായ ഒരു വിഷയമാണ്. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും ആ കേസ് തേച്ചു മാറ്റി കളയാനും കേസ് ഇല്ലാതാക്കാനും നടത്തിയ ശ്രമങ്ങൾക്ക് സർക്കാർ കൂട്ടുനിന്നു. സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ന്യായീകരണവുമായിട്ട് കളക്ടറായി നിയമിച്ചതിന് എതിരായിട്ടുള്ള ന്യായീകരണവുമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞ പത്രപ്രവർത്തക യൂണിയൻ എവിടെ പോയവര്, അവരെ വാക്ക് പറയേണ്ടവര്
ഞങ്ങളുടെ പ്രൊട്ടസ്റ്റ് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തെറ്റായ നടപടിയാണ്, അനൗചിത്യം നിറഞ്ഞ നടപടിയാണ്, ഒരു വെല്ലുവിളിയാണ്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് തേങ്ങിയ ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും വിഷമിച്ചൊരു സംഭവമാണ്, നമ്മുടെ മനസ്സ് തേങ്ങിയ ഒരു സംഭവമാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഒക്കെ ശ്രമിച്ച സർക്കാരിന്റെ ഒരു തുടർ നടപടിയായിട്ട് മാത്രമാണ് ഈ നിയമനത്തെ കാണാൻ പറ്റും. അനൗചിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനൗചിത്യം ഗവൺമെന്റിന് നടപടി